വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. NHM ഫണ്ടിൽ നിന്ന് 19 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ 12 കാത്ത് ലാബുകൾ ഉടൻ തുടങ്ങും. നിലമ്പൂർ ജില്ലാ ആശുപത്രി കാത്ത് ലാബിനായി ബജറ്റിൽ 5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ട് ഇടപെടാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ജില്ലാ താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും 10 വർഷത്തിനുള്ളിൽ നേടാനായി. നിപ, കോവിഡ്, അമീബിയ, മസ്തിഷ്ക ജ്വരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൗകര്യമൊരുക്കാനായതും നേട്ടമായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമുക്കുള്ളതൊക്കെ തന്നെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളിൽ അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷം വലിയ ശ്രദ്ധ ഈ മേഖലയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ഓരോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് DHSന്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ DMO അടക്കമുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടിസ്ഥാന വികസന കാര്യങ്ങളായാലും മറ്റു അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ആശുപത്രികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ജനകീയാസൂത്രണത്തോട് അതിലേക്ക് മാറി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നാണ് പറയാൻ. ഇപ്പോ ജില്ലാ ആശുപത്രികൾ മുതലുള്ള ഹെൽത്ത് സെന്ററുകൾ വരെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വിഹിതം കൃത്യമായി നമുക്ക് ഈ കാലയളവിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഈ ആശുപത്രി തന്നെ NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് 60% NHMന്റെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട്, 40% കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള നിരവധി ഫെസിലിറ്റികൾ നമുക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ പ്രൈമറി വെയിറ്റിംഗ് ഏരിയ അടക്കം OP കൗണ്ടേഴ്സ്, അഡ്മിഷൻ കൗണ്ടർ തുടങ്ങിയ എത്ര അധികം ആളുകൾ വന്നാലും നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും ഒക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അടക്കം വലിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാതൃശിശു ബ്ലോക്കിലേക്ക് KNG റോഡിൽ നിന്നും നേരിട്ടെത്താൻ ഭൂമി സൗജന്യമായി നൽകിയ ജിഷാലിനെ ചടങ്ങിൽ ആദരിച്ചു. ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ആര്യടൻ ഷൗക്കത്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ TK ജയന്തി, NHM ജില്ലാ മാനേജർ ഡോക്ടർ TN അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി C മമ്ര, ജസീറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഡിവിഷൻ കൗൺസിലർ MK നാരായണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ആർദ്രം ജില്ലാ മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, E പത്മാക്ഷൻ, A ഗോപിനാഥൻ, P രശ്മിൽനാഥ്, M മുജീബ് റഹ്മാൻ, MA വിറ്റാജ്, പരന്തൻ നൌഷാദ്, ജസ്മൽ പുതിയറ, ജോർജ് M തോമസ് എന്നിവർ സംസാരിച്ചു. വിഷൻ നിലമ്പൂർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ,
എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.